ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വന്ന് യൂട്യൂബിൽ പറഞ്ഞിട്ട് ഇത് കാണുന്നവരുടെ മനസമാധാനം നിങ്ങൾ നശിപ്പിക്കരുത്. നമ്മൾ ഒരുപാട് ടെൻഷൻ വരുമ്പോൾ അത് നിങ്ങളുടെ വീഡിയോ കാണുന്നത് അതില്ലാതാക്കരുത്. കാരണം നമ്മളെക്കാട്ടിയും കഷ്ടപ്പാടാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളിത് വിട്ടുപോകുന്ന തന്നെയാണ് നല്ലത്. ഇവറ്റകളെ കൊണ്ട് വലിയ ശല്യമായല്ലോ ഭഗവാനെ, എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെയൊരു മനുഷ്യന്മാർ, ഇങ്ങനെയൊരു കുടുംബം ഭൂമിയിൽ ഉണ്ടാകരുത് എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതായത് എന്തൊരു മനുഷ്യന്മാരാണെന്നടോ. ഇവർക്കൊന്നും ഒരു ഒഴിച്ചിലും പൊളിയില്ലേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നും അല്ല, ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട് മലയാളത്തിൽ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, അവർക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അവർ സ്വന്തം മക്കളെ വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കും. അങ്ങനെ ആ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് വളർച്ചയായിരിക്കും. ആദ്യത്തെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചോടി, അതായത് കല്യാണമൊക്കെ നിശ്ചയിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വേണ്ട വേറൊരുത്തൻ്റെ കൂടെ അങ്ങ് ഓടി. അങ്ങനെ ആ കുട്ടിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും, സ്വന്തം അച്ഛനും അമ്മയാന്ന് കേട്ടാ, അതാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓള് ശരിയല്ല, ഓൾ ഇങ്ങനെയാണ്, ഓൾ ഒരു ദിവസം വേറൊരു സ്ഥലത്ത് പോയപ്പോൾ അവൻ അടുത്തുണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് പോയത്. സ്വന്തം മകളെ പറ്റിയാണ് പറയുന്നത് കേട്ടാ, അന്യൻ്റെ മകളെ പറ്റിയിട്ടൊന്നുമല്ല. അങ്ങനെ ഈ അച്ഛനും അമ്മയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണ്. അപ്പോൾ അതൊക്കെ കലങ്ങി തെളിഞ്ഞ് കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ മകള് ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കല്യാണം നിശ്ചയമാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടതല്ലാതെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിനെയും കാണുന്നില്ല. ഈ പെണ്ണും പോയിരിക്കുന്നത് വേറൊരുത്തൻ്റെ കൂടെ. വേറൊരുത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കല്യാണം ആരുമായിട്ടാണ് നിശ്ചയിച്ചത്, ആ പയ്യൻ്റെ കൂടെ തന്നെയാണ് പോയത്. അപ്പോഴെല്ലാവരും ചോദിക്കും, അല്ലടോ എന്തൊരു അവസ്ഥയായത്, ഓൻ്റെ കൂടെ തന്നെയല്ലേ കല്യാണം നിശ്ചയിച്ചത്, എന്നാൽ പിന്നെ അവർക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തൂടെ? എന്നേരെ ലക്ഷങ്ങൾ വേണേ. അതായത് അങ്ങനെ കല്യാണം കഴിക്കുമ്പോഴേ ലക്ഷങ്ങൾ വേണം. ഇതങ്ങനെയല്ല, ഇതിങ്ങനെ മകൾ ഒളിച്ചോടുന്നുണ്ടോ ഇങ്ങനെ നോക്കും. അതായത് ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചു കൊടുത്തപ്പോഴാണ് തോന്നുന്നത്, എൻ്റെ മോനെ ഇനിയിപ്പോൾ ഇതിന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ വേണ്ടി വരുമല്ലോ, അപ്പോൾ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഈ പെണ്ണ് തന്നെ ഒളിച്ചോടുന്നത്. അപ്പോഴെന്താ ഗുണം? ഒരു ചെലവുമില്ല. അതായത് സദ്യ കൊടുക്കണ്ട, പന്തലിൻ്റെ പൈസ കൊടുക്കണ്ട, വിരുന്ന് കൊടുക്കണ്ട, അല്ലെങ്കിൽ വണ്ടിക്കൂലി കൊടുക്കണ്ട, മേക്കപ്പ് ചെയ്യണ്ട, ഡ്രസ്സുകൾ വാങ്ങേണ്ട, നാട്ടുകാർക്ക് ഒരു ഉരുള ചോറ് കൊടുക്കേണ്ട, ഒന്നും കൊടുക്കണ്ട. ഒരു ഉറുപ്പിയില്ലാണ്ട് ആ പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഉറുപ്പ്യ ഓട്ടോറിക്ഷയിൽ അത് ഒളിച്ചോടുകയും ചെയ്തു. എത്ര ചെലവ്? 25 ഉറുപ്പ്യ മാത്രം. ഏതായാലും ശരി, ഒളിച്ചോടിയ പെണ്ണാണ്, ഇനി അവൾ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ, അവൾ ഇഷ്ടപ്പെട്ട ആളോടെ കൂടെ ജീവിക്കട്ടെ എന്നല്ലേ എല്ലാ തള്ളമാരും വിചാരിക്കുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തള്ളമാർ എന്താ വിചാരിക്കുന്നത് അറിയാം, അവളെ അനുഭവിക്കും, അവനെ അറിയില്ല അവൾക്ക്, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവനെ അങ്ങ് കുറ്റം പറയലാണ്. ഏതായാലും ആ പെണ്ണ് വീണ്ടും വന്നു, ആ പെണ്ണും കുറേ കുറ്റങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടി അടിയായി. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും പിന്നീട് ഒരു സംശയം, അല്ല മോനെ ഇതന്നെയല്ലേ ആദ്യത്തെ പെണ്ണിനെ പറ്റിയും പറഞ്ഞത്? അപ്പോഴും മറ്റേ നാട്ടുകാർ പറഞ്ഞു, എടോ ഇതന്നെയല്ലേ ഇപ്പോഴത്തെ പെണ്ണിനെ പറ്റിയും പറയുന്നത്. ഇപ്പം ഇങ്ങനെ ആക്കിയിട്ട് ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വ്യൂസ് അങ്ങെടുക്കും. അവർക്കാണെങ്കിൽ ഇച്ചിരി ചില്ലറയും കിട്ടും അതിൻ്റെ അകത്ത് നിന്ന്. അതായത് ഇവരുടെയൊക്കെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്ക് തന്നെയാണ് പോകുന്നത്. അല്ലാതെ ഇവർക്കൊക്കെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ വേണമെങ്കിൽ മോളെ വിളിച്ചു പറഞ്ഞാൽ മതി. അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യമോ? ഇതൊക്കെ പബ്ലിക്കിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഗുണോ? കുറച്ചായിട്ട് ഇങ്ങനെ ഡോളർ ഇങ്ങനെ കിട്ടും അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പുതിയൊരു വിശേഷമായിട്ട് വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ, അതായത് ഒരു 2 ദിവസം മുന്നേ ആണെന്ന് തോന്നുന്നു, ഈ പെൺകുട്ടിയുടെ, അതായത് രണ്ടാമത്തെ പെൺകുട്ടി ഒളിച്ചോടിയ ഈ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടി അതിൻ്റെ ചാനലിൽ വന്നിട്ട് അതിൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, അതായത് നമ്മളെ യൂട്യൂബ് റവന്യൂ ഒന്നും വന്നിട്ടില്ല, എന്താണ് പ്രശ്നം എന്നറിയില്ല, ആകെ ടെൻഷനായിപ്പോയി ഞങ്ങൾക്ക്, അവരൊരു കണ്ടന്റാണിത്, അല്ലാതെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ഇനി ഉണ്ടോയെന്നറിയില്ല കേട്ടാ. അപ്പോൾ അവർ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടായിപ്പോയി, കാരണം ഞങ്ങൾക്ക് പൈസ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണ് ഭയങ്കരമായിട്ടൊരു വീഡിയോ, അതായത് വളരെ സങ്കടത്തോട് കൂടിയിട്ട്, കാരണം അതാണല്ലോ യൂട്യൂബിൻ്റെ ഒരു പോളിസി, ആരുടെയെങ്കിലും മനസ്സ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മില്യൺ കണക്കിന് വ്യൂസ് ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറ്റക്കുടിലാണ് താമസിക്കുന്നത്, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ് വരുമാനം, അതാരും കാണുന്നില്ല. പക്ഷേ അവർക്കെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വീഡിയോ ആരും കാണൂല. അതേപോലെ തന്നെ ഈ പെൺകുട്ടി അങ്ങനെ പറഞ്ഞു, എനിക്ക് പൈസ കിട്ടാത്തതുകൊണ്ട് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു, അതായത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കും എന്നുള്ള തരത്തിൽ. അപ്പോഴേക്കും അച്ഛനും അമ്മയും പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയല്ലേ ആയുള്ളൂ, അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇത്രയും ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യം വരാൻ തുടങ്ങിയോ? ഇനി അങ്ങോട്ടെന്തെല്ലാം കിടക്കുന്നു മോളെ, അതായത് നിന്നെയൊക്കെ വലിയ ആളാകാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ എന്തെല്ലാം ചെയ്തിനി, എത്ര പൈസ ചിലവാക്കിനി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയുമായിട്ട് ഒരു വീഡിയോ കിട്ടു. അപ്പോഴേക്കും ഇപ്പുറത്തുനിന്ന് വേറൊരു വീഡിയോ ഇട്ടു, അപ്പുറത്തുനിന്ന് വേറൊരു വീഡിയോ ഇട്ടു. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ്, അതായത് ഈ അച്ഛനും അമ്മയും ചോദിച്ചത് ഒരു പോയിൻ്റാണ്, കല്യാണം കഴിഞ്ഞ് 1 മാസേ ആയിട്ടുള്ളൂ, 2 ആഴ്ച 1 മാസേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ദാരിദ്ര്യം വന്നോ? ഇനി ആ ദാരിദ്ര്യം എന്നുള്ളത് നിങ്ങളൊരു കണ്ടന്റ് ആക്കിയതല്ല.
അല്ലേ? എനിക്ക് ദാരിദ്ര്യ കണ്ടന്റ് ആണോ ഇനി വിടാൻ പോകുന്നത് എന്ന് പോലും നമുക്കറിയില്ല. ഏതായി കഴിഞ്ഞാലും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും ഇവരെ അനുകരിക്കരുത് എന്നാണ്. അതായത് ഇവരെ നിങ്ങൾ ഒരു കാരണവശാലും മാതൃകയാക്കരുത്. മാതൃകയാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യവും ഇവർ പറയാറില്ല, ഇവർ ചെയ്യാറുമില്ല. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അവർ ആദ്യം തന്നെ എന്ത് ചെയ്യണം? അതായത് മക്കളെ പറ്റിയിട്ട് ഒളിച്ചോടി പോയാലും ശരി, എന്തെന്നായാലും ശരി, ഈ മക്കളെ പറ്റിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ദോഷം പറയില്ല. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ട് എന്നാണ് വെക്കുക. അല്ലാതെ അവർക്കൊരു ഒരു ദോഷവും വരല്ലേ എന്നാണ് എല്ലാവരും വെക്കുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അവള് മുടിഞ്ഞവണേ, അവള് ദാരിദ്ര്യം പിടിച്ചിട്ട് മുടിഞ്ഞവണേ, ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും, ചേച്ചി പറഞ്ഞതാണ് ചേച്ചി ശരി, അങ്ങനെ നമ്മളെ പറ്റിച്ചുകൊണ്ട് ഒരു മക്കളും പോയിട്ട് ജീവിക്കണ്ട, ചേട്ടൻ പറഞ്ഞതാണ് ചേച്ചി ശരി, എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമായി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരും. അപ്പോഴേക്കും മകളുടെ വീഡിയോ അവിടുന്ന് വരും. മകളുടെ വീഡിയോ പറയും, അമ്മ എന്നെ ഇങ്ങനെ ചെയ്തു, അമ്മ ചെറുപ്പത്തിൽ എന്നെ ചട്ടിയെടുത്ത് പിന്നെ എൻ്റെ തലക്കട് അടിച്ചു, അതുപോലെ തന്നെ എന്നെ കല്ല് പൊറുക്കി എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മകൾ വരും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം മോളെ കഴിഞ്ഞിന് 5 വയസ്സ് കഴിഞ്ഞ കാര്യമെന്ന് പറയും. അങ്ങനെ അതൊക്കെ കണ്ടാട് എൻ്റെ ചേച്ചി നിങ്ങൾ ഇമ്മാതിരി ആൾക്കാരാണോ? ആദ്യം നല്ലത് പറഞ്ഞ ആൾക്കാരാണേ, പിന്നെ കമൻ്റ് ഇടുന്നത് എൻ്റെ ചേച്ചി നിങ്ങൾ ഇമ്മാതിരി ആൾക്കാരാണോ? നിങ്ങൾ ആ പെൺകുട്ടിയെ ഇത്രമാത്രം ചെയ്തോ? എൻ്റെ ചേട്ടാ നിങ്ങൾ ആ പെൺകുട്ടിക്ക് ഒരു നാരങ്ങ മിഠായി ചോദിച്ചു മേടിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇവർക്കെതിരെ വരും കമ്പനി. അപ്പോഴേക്ക് ഇവർ വേറൊരു കണ്ടന്റ് കിട്ടും. അപ്പോഴിവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കമൻറ്റും നല്ല ഇത് കിട്ടും. പിന്നെ ആ പെൺകുട്ടി ഇടും. അപ്പോൾ ഇതിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ പൊട്ടമാറാക്കി കൊണ്ട് നിൽക്കലാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർ ജീവിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇതുപോലെ മക്കളെ കുറ്റം പറയുക എന്തൊരവസ്ഥയാണ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ഫാമിലി വ്ളോഗ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫാമിലി വ്ളോഗ് നോക്കും നിങ്ങൾ, എന്തൊരു രസമായിട്ടാണ് അവരൊക്കെ എടുത്തിരിക്കുന്നത്. അതായത് ഇതിങ്ങനെയല്ല, വീട്ടിലെ കുറ്റങ്ങളും കുറവുകളും മാത്രമുള്ള ഒരു ചാനൽ, ഒരു നല്ല കാര്യവും പറയില്ല, വെറും കുറ്റങ്ങളും കുറവുകളും മാത്രം. എത്ര കിട്ടിക്കഴിഞ്ഞാലും, അതായത് എത്ര വ്യൂസ് കിട്ടിക്കഴിഞ്ഞാലും ദാരിദ്ര്യം മാത്രമേ പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. അങ്ങനെയാണ് ഇവരുടെ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഫാമിലി ചാനലിനെ നിങ്ങൾ കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടോ, പക്ഷേ അനുകരിക്കരുത്. ആ ചേട്ടൻ കണ്ടോ, ആ ചേട്ടൻ ചേച്ചിയോട് എന്ത് സ്നേഹമാണ്, അതുപോലെ ഇതായി കണ്ടോ, ആ മക്കളെ കണ്ടോ, ആ മക്കളെ ഇതാ 2 പേരും ഒളിച്ചോടിയിരിക്കുകയാണ്, നമ്മുടെ മകളെ അങ്ങനെ ഒളിച്ചോടാൻ വിടണം കേട്ടോ, അങ്ങനെയൊന്നും പറഞ്ഞ് നിങ്ങൾ ഒരാളും ഇത് അനുകരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റാണ് മുഖ്യം, അല്ലാതെ ജീവിതമോ അല്ലെങ്കിൽ മാങ്ങാത്തൊലിയോ ഒന്നും അല്ല. ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പിടിക്കാം എന്ന് കരുതുന്നവരാണ്. അതുകൊണ്ട് ഇവരെങ്ങനെ ആയാലും ഒരു കണ്ടന്റ് ഉണ്ടാക്കും. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ പൈസ, യൂട്യൂബിലെ പൈസയും പ്രതീക്ഷിച്ചിട്ട് ആരെങ്കിലും നിൽക്കോടോ? എടോ ജോലിക്ക് പോടോ, വല്ല ജോലിക്കും പോ, എന്നാൽ ശമ്പളം കിട്ടൂലേ. അങ്ങനെ ജോലിക്ക് പോയിട്ട് ജീവിക്ക്. അല്ലാതെ ഈ പൈസ വന്നിട്ട് അയ്യോ ഈ പൈസ വന്നിട്ടില്ല ദാരിദ്ര്യാവേ ഇനിയിപ്പോൾ അടുത്ത മാസം എന്നാ പറയാന്നറിയാം. പൈസ വന്നില്ല, നന്ദന പിണങ്ങി, പൈസ വന്നില്ല, ചേട്ടൻ വീട്ടിലിരിപ്പായി, കഞ്ഞി കുടിച്ചിട്ട് 4 ദിവസം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇനി തമിഴിന് വരാൻ പോകുന്നത്. ഞാൻ പലരുടെയും കാണുന്നതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈരടക്കൊരുത്തൻ്റെ വീഡിയോ എന്താണെന്നറിയാം, അതായത് എന്നെ ആക്രമിക്കുന്നു, എൻ്റെ ചാനൽ പൂട്ടിക്കുന്നു. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ചാനൽ പൂട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബില്ലേ, അവർ വിചാരിക്കണം ഇവനെ നമുക്ക് വേണ്ടാന്ന്, എന്നാലും മാത്രമേ ഇത് പൂട്ടാൻ പറ്റുള്ളൂ. പൂട്ടിയാലും നമുക്ക് വേറെ തുടങ്ങാം. ഇതെന്ന് പറയുന്നത് അങ്ങ് പോയിട്ട് പൈസ കൊടുത്ത് പണിക്കൊന്നും വേണ്ട, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നാൽ 10 വ്യൂസിന് വേണ്ടിയിട്ട് സങ്കടത്തോട് കൂടിയിട്ട് എൻ്റെ ചാനൽ പൂട്ടി, എനിക്ക് പൈസ തരുന്നില്ല, 4 ദിവസം ആഹാരം കഴിച്ചിട്ടേന്ന്. അതായത് 2 ദിവസം മുമ്പ് മറ്റേ KFCയും മറ്റേ ബ്രോസ്റ്റും മറ്റേ ഇതൊക്കെ കഴിച്ച് കടിച്ച് വലിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടാണ് പറയുന്നത് 4 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. ഇങ്ങനെയുള്ള ടീമുകളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരാൾക്ക് ഓരോ ജീവിതമുണ്ട്, അവരങ്ങ് ജീവിക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വന്ന് യൂട്യൂബിൽ പറഞ്ഞിട്ട് ഇത് കാണുന്നവരുടെ മനസ്സമാധാനം നിങ്ങൾ നശിപ്പിക്കരുത്. നമ്മൾ ഒരുപാട് ടെൻഷൻ വരുമ്പോൾ അത് നിങ്ങളുടെ വീഡിയോ കാണുന്നത് അതില്ലാതാക്കരുത്. കാരണം നമ്മളെക്കാട്ടിയും കഷ്ടപ്പാടാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളിത് വിട്ടുപോകുന്ന തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ലൈക്ക്, കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്താൽ മതി. ഇത് ഷെയർ ചെയ്തോ, 4 ആൾ കാണട്ടെ. നന്ദി, നമസ്കാരം.